എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എൻ്റെ കുക്കിങ്ങും ദിനചര്യകൾക്കുമൊപ്പം നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന ചില അറിവുകൾ പങ്കുവെക്കാനാണ് ഈ വീഡിയോ. പറയുന്ന കാര്യങ്ങൾ മാത്രം ശ്രദ്ധിക്കുക. വിഷ്വൽസ് ശ്രദ്ധിക്കേണ്ടതില്ല. എഡ്യൂക്കേഷണൽ പർപ്പസ് മാത്രം ഉദ്ദേശിച്ചുള്ള ഈ വീഡിയോ കല്യാണം കഴിച്ചവർ മാത്രം കാണാൻ ശ്രമിക്കുക. വീഡിയോ ഉപകാരപ്രദമാണ്, മറ്റുള്ളവരും അറിയേണ്ടതാണ് എന്ന് തോന്നുന്നുവെങ്കിൽ ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മടിക്കരുത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. കെട്ടാൻ പോകുന്ന ആളുടെ ശരീരം ഒന്ന് ടെസ്റ്റ് ചെയ്താലോ? അപ്പൊ എങ്ങനെ ഉണ്ടാകും? ഇതേക്കുറിച്ചാണ് ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾക്കായി പങ്കുവെക്കുന്നത്. അതെ, പലരും ഇത് കേട്ടപ്പോൾ ആശ്ചര്യപ്പെട്ടിട്ടുണ്ടാകുമല്ലേ? ഇതെങ്ങനെ സംഭവിക്കാനാണെന്ന് കരുതി. എന്നാൽ പറയട്ടെ, നമ്മുടെ രാജ്യത്ത് ഇപ്പോൾ ഡൈവോഴ്സ് കേസുകൾ കൂടുതലാണ്, അല്ലേ? ഇത് എന്തിന്റെ പേരിലായിരിക്കും? പലതരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകും, മാനസികമായും ശാരീരികമായും. അതുപോലെ തന്നെ കുട്ടികളില്ലാത്ത അവസ്ഥയിലുള്ളവർ ഡൈവേഴ്സ് ചെയ്യാറുണ്ട്. ഒരു വിവാഹം വരുമ്പോൾ നാം എന്താണ് ചെയ്യുന്നത്? ജാതി, മതം, അതുപോലെ പയ്യൻ എന്താണ് ജോലി, 2 നില വീടുണ്ടോ, സ്വന്തമായി കാറുണ്ടോ, ഇവയൊക്കെയാണ് എല്ലാവരും ശ്രദ്ധിക്കുക, അല്ലേ? എന്നാൽ ഫിസിക്കലി ആരും ശ്രദ്ധിക്കാത്ത ചില കാര്യങ്ങളുണ്ട്. അതായത് ആൾക്ക് വല്ല രോഗങ്ങളുമുണ്ടോ, അല്ലെങ്കിൽ പ്രത്യുൽപാദന ശേഷിയുണ്ടോ, ലൈംഗികപരമായ പല രോഗങ്ങളും എന്തെങ്കിലും ഉണ്ടോ എന്നത് ഇതാരും ചെക്ക് ചെയ്യാറില്ല. എന്നാൽ ഇങ്ങനെയുള്ള ഒരു നിയമം ഇപ്പോൾ നടപ്പിൽ കൊണ്ടുവരുമെന്നാണ് പറയപ്പെടുന്നത്. അതെ, ഫിസിക്കലി ഉള്ള ചെക്കപ്പ്. ഇതിലൂടെ ഒരു വിധത്തിലുള്ള ഡൈവേഴ്സ് കേസുകളും നിങ്ങൾക്ക് ഒഴിവാക്കാൻ പറ്റുമെന്നാണ് പഠന റിപ്പോർട്ട് പുറത്തു വരുന്നത്. തൻ്റെ പങ്കാളിയാകുവാൻ വേണ്ടി ഒരാളെ കണ്ടെത്തി കഴിഞ്ഞാൽ ആദ്യം ആളുടെ ഫിസിക്കൽ ലെവലിനെ കുറിച്ച് അറിയുക. ആൾക്ക് വല്ല രോഗവുമുണ്ടോ എന്നത്. അതിനായി പുരുഷനാണെങ്കിൽ ശുക്ലത്തിൻ്റെ ടെസ്റ്റ് നടത്താം. സ്ത്രീകൾക്കാണെങ്കിൽ സ്കാനിങ്ങോ മറ്റോ ചെയ്ത് പ്രത്യുൽപാദന ശേഷിയുണ്ടോ എന്നത് മനസ്സിലാക്കാം. അതുപോലെ ബ്ലഡ് ടെസ്റ്റിലൂടെ ലൈംഗികപരമായ രോഗങ്ങൾ എന്തെങ്കിലും ഉണ്ടോ എന്നതും മനസ്സിലാക്കാം. പുരുഷന്മാർക്കും ഈ 2 കാര്യങ്ങളും സ്വീകരിക്കാവുന്നതാണ്. ഇതുപോലെ ലൈംഗിക രോഗങ്ങൾ പിടിപെട്ട് എത്രയോ പേർ പങ്കാളികൾ കൂടി ദുരിതത്തിലാകുന്ന അവസ്ഥ ഒരുപാട് പങ്കാളികൾ കണ്ടിട്ടുണ്ട്. ഇതെല്ലാം ഒഴിവാക്കുവാനായി ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ് ഇതെല്ലാം. ഇതിലൂടെ ചെക്കപ്പ് നടത്തിയതിന് ശേഷം യാതൊരു വിധത്തിലുള്ള കുഴപ്പവുമില്ല എന്ന് കണ്ടെങ്കിൽ നിങ്ങൾക്ക് ബാക്കിയുള്ള കാര്യങ്ങൾ, അഥവാ ലൈംഗിക വിദ്യാഭ്യാസം, തുറന്ന സംഭാഷണം, അതുപോലെ പരസ്പരം ഇഷ്ടാനിഷ്ടങ്ങൾ, മോഹങ്ങൾ, ഇവയെല്ലാം നിങ്ങൾക്ക് ഷെയർ ചെയ്ത് നല്ലൊരു ദാമ്പത്യ ജീവിതം നയിക്കും. എന്നാൽ ചെക്കപ്പിലൂടെ മറ്റു പല എന്തെങ്കിലും പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നിങ്ങൾക്കത് ട്രീറ്റ്മെൻറ്റ് ചെയ്യാൻ പറ്റുന്നവയാണെങ്കിൽ ട്രീറ്റ്മെൻറ്റിനുള്ള കാലാവധി നിശ്ചയിച്ചതിന് ശേഷം അസുഖം ഭേദമായതിനു ശേഷം വിവാഹം ചെയ്യുക. എന്നാൽ ഇതൊന്നും കാര്യമാക്കാതെ സ്നേഹത്തിന് മാത്രം മുന്നോട്ട് പ്രസക്തി കൊടുത്ത് ദാമ്പത്യ ജീവിതം നയിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല, അവർക്ക് അവരുടെ ഇഷ്ടപോലെ നീങ്ങുക. എങ്കിലും കുട്ടികളില്ലാത്തതിൻ്റെ പേരിൽ, അതുപോലെ മറ്റു പല ലൈംഗിക രോഗങ്ങളുടെ പേരിൽ ഒഴിവാക്കപ്പെടുന്ന ദാമ്പത്യത്തിനാണ് ഇത്തരത്തിലുള്ള പ്രസക്തി. അപ്പോൾ ഇതിനായി തയ്യാറാകുന്നതായിരിക്കും ഉചിതം. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമെന്ന് കരുതുന്നു. ഇതുപോലെ നിങ്ങൾക്ക് ഉപകരിക്കുന്ന മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. അതുവരേക്കും എല്ലാ സുഹൃത്തുക്കൾക്കും ബൈ ബൈ.